നമസ്കാരം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പി സി ജോർജിൻ്റെ അറസ്റ്റും കോലാഹലങ്ങളും തന്നെയാണ്. പി സിക്ക് മാത്രം ഈ പറയുന്ന നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഒരു ചാനൽ ചർച്ചയിൽ എതിരാളിയുമായിട്ട് തർക്കത്തിലൊക്കെ ഏർപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ കേസെടുക്കാനോ ശിക്ഷിക്കാനോ ഒക്കെ കഴിയുക? എതിർ പാനലിസ്റ്റ് ആയിട്ടുള്ള ഷക്കീർ എന്ന ലീഗ് നേതാവിനോട് തർക്കിച്ച് ജയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും പി സിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഷക്കീറിനെ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള യാതൊരു ധ്വനിയും പി സി ജോർജിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നതുമില്ല. അത് മാത്രവുമല്ല, വാദപ്രതിവാദമൊക്കെ നടത്തുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും വിഷമം തോന്നിയെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കുറ്റമാണ് പ്രതിഭാഗത്തെ ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് ആളുകളുണ്ട്, അത് വളരെ വളരെ സ്പോഞ്ച് പോലെ ഹൃദയമുള്ളവരാണ് എന്ന് പറയുന്നത്. അതായത് തൊട്ടാൽ വ്രണപ്പെടുന്ന മനസ്സുള്ളവർ. അതുകൊണ്ട് അത്തരക്കാരോട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞാലോ മതവിമർശനമൊക്കെ നടത്തിയാലോ ഇന്ത്യൻ നിയമസംഹിത പ്രകാരം കൂടുതൽ തീവ്രതയിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ? വാദി കഠിന ഹൃദയനായാലും ലോലൽ ഹൃദയനായാലും കേസ് വരുന്നത് പറഞ്ഞ കാര്യത്തിലെ മെറിറ്റ് അനുസരിച്ചുമാണ്. പ്രതിയുടെ ഇന്റൻഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം വരുന്നത്. തേങ്ങ തലയിൽ വീണ ഒരു വ്യക്തി കൂടുതൽ നിലവിളിച്ചു എന്ന് കരുതി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ കഴിയുമോ? പി സി ജോർജ് പറഞ്ഞത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ലേ? അതും ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തിലല്ലേ അദ്ദേഹം അത് പറയുന്നത്. അതിനുശേഷം പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു ശരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമില്ലേ? മറ്റൊരാളുടെ ജീവനും നിലനിൽപ്പിനുമൊക്കെ ഭീഷണിയാകുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ കേസ് വരുന്നത്. ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ഈ രാറ്റുപേട്ടയിൽ പി സിക്കെതിരെ കേസ് കൊടുത്ത യൂത്ത് ലീഗിന്റെ റാലിയിലാണ് ഒരു വിഭാഗം ആളുകളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്കിട്ട് കത്തിക്കുമെന്ന മുദ്രാവാക്യം വിളിച്ചത്. അന്ന് ഒരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയത് അല്ലാതെ കേസ് എന്തെങ്കിലും എടുത്തിരുന്നോ ഈ യൂത്ത് ലീഗുകാർ? പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായം മാത്രമായിരുന്നു എങ്കിൽ പക്ഷേ നിങ്ങൾ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യ ആഹ്വാനമായിരുന്നില്ലേ? മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റു പറഞ്ഞവർക്കും സംഘടനാ നേതാക്കൾക്കും ഒക്കെ എതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു വകുപ്പ് തന്നെയായിരുന്നില്ലേ അതും? പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രം. ഇവിടെ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും കേസെടുക്കുന്നതും ഒക്കെ ഒരു വിഭാഗത്തിനെതിരെ പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്ന് ഓർക്കുമ്പോൾ അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുംഭമേളയെ പരിഹസിക്കാം, ശിവലിംഗത്തെ അവഹേളിക്കാം, ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ അവർ അത് ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണെന്ന് പരസ്യമായിട്ട് പറയാം, ഗണപതി മിത്താണെന്ന് പറയാം, ക്ഷേത്രത്തിൽ പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിൽ കൊടുക്കുന്നതിന് സമമെന്ന് പറയാം, ഓണം വിഷു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കരുതെന്ന് പറയാം, സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസ ചിരി നടത്താം, ISIS ആംഗളമാരും താലിബാൻ വിസ്മയവും ഹമാസ് പോരാളികളെയും ആക്കാം, തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം, അവരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം. അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. വിനോദസഞ്ചാരികളായിട്ടുള്ള ഇസ്രായേലികളെ അപമാനിക്കാം. ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യില്ല, നോട്ടീസും അയക്കില്ല, ഒരു ചാനൽ ചർച്ചയും നടക്കില്ല. ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയില്ല. ആകെ കുറ്റം പി സി ജോർജിന് മാത്രമാണ്. ആ പറയുന്നതിലെ, അതായത് ആര് പറയുന്നോ അതിലെ ഒരു കാര്യം അനുസരിച്ചാണ് നമ്മളിലെ മതേതരത്വമൊക്കെ അളക്കപ്പെടുന്നത് പോലും. സത്യത്തിൽ പി സിയെ മനഃപൂർവ്വം ഇത്തരത്തിലൊരു കേസിൽ കുടുക്കുകയായിരുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുമ്പ് നടന്ന ഒരു സംഭവമല്ലേ? അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം, ഒരു വ്രണപ്പെടൽ എങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്നത്? നമ്മളെല്ലാവരും വളരെ മതേതരത്വത്തോടെ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിച്ചു പോകേണ്ട ഒരു നാടല്ലേ ഇത്?
ആ നാട്ടിൽ ഒരു വിഭാഗത്തിനെതിരെ പറയുമ്പോൾ സംസാരം ഇല്ലാതെയാവുകയും ചർച്ചയില്ലാതെയാവുകയും കേസില്ലാതെ ആവുകയും മറ്റൊരു വിഭാഗത്തിനെതിരെ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ഒരു പരാമർശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇത്രയേറെ വളരെ എന്താ പറയുക വ്യക്തിഹത്യ, അയാളെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് രണ്ട് തട്ടിലിരുന്ന കാര്യങ്ങൾ നീതി നടപ്പാക്കുന്ന പോലെയല്ലേ? അതായത് അങ്ങനെയുള്ളവർക്കൊക്കെ നീതി എല്ലാവർക്കും കൊടുക്കുന്ന നീതി കിട്ടുന്നുണ്ടോ? ആ നീതി ശരിക്കും എല്ലാവർക്കും, നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വരേണ്ടതല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്തു വെച്ച് രണ്ടു തരത്തിൽ ആളുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മനുഷ്യർ തന്നെയല്ലേ? നന്ദി.